പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമീൻ. കർത്താവിനെ എത്രയും പ്രിയപ്പെട്ടവരെ, നമുക്ക് 17-ാം അധ്യായം, ഉൽപ്പത്തിയുടെ 17-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കർത്താവ് അബ്രാഹാമും ആയിട്ടുള്ള പുതിയ ഉടമ്പടിയുടെ കാര്യമാണ്. പരിച്ഛേദന ശരീരത്തിൽ ശാശ്വതമായിട്ടുണ്ടാകാവുന്ന അടയാളം ആയിട്ട് ദൈവം അത് കണ്ടു. അങ്ങനെ ആ ഒരു ഉടമ്പടി അവർ മുദ്ര ചെയ്യപ്പെട്ടു ശരീരത്തിൽ. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്നിങ്ങോട്ടുള്ള ജീവിതങ്ങൾ ഒന്നും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല മനുഷ്യവർഗത്തിന്. അപ്പോൾ അത് പിന്നെ പുതിയ നിയമത്തിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ആഗമനത്തോടുകൂടി അത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവം, കുരിശുമരണം, അതായത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് താൻ തന്നെ എല്ലാ പാപങ്ങളും ദൈവം തന്നെ ഏറ്റെടുത്തു. ദൈവം തന്നെയായ യേശു, വിശുദ്ധ തൃത്വത്തിലുണ്ടാവളായ യേശു കൂടെ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യൻ്റെ കൂടെ ജീവിച്ച് മനുഷ്യനെ പോലെ ആയി തന്നെ സകല പീഡകളും വേദനകളും എല്ലാം മനുഷ്യൻ്റെ കൂടെ നിന്ന് മനുഷ്യന് വേണ്ടി സഹിച്ച് കുരിശിലും സഹിച്ചു. തൻ്റെ അവസാനത്തുള്ളി രക്തവും ചൊരിഞ്ഞ് തന്നെ ബലിയർപ്പിച്ചു. അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളും എല്ലാം ലിഖിത നിയമങ്ങളെല്ലാം കൊളോസിയർ 2:14 പറയുന്ന നിയമങ്ങളെല്ലാം തന്നെ അവിടുന്ന് കുരിശിൽ തറച്ച് അത് നിഷ്കാസനം ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ദോഷകരമായിരുന്ന ഇത് പൗലോസിൻ്റെ ലേഖനത്തിൽ കൊളോസിയർ 2:14 പറയുന്നത് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ ഇതാണ് ദോഷകരം. കാരണം അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ ഉടമ്പടി ഞാൻ ശരീരത്തിൽ പേറുന്നവനാണ് എന്നുള്ള ഒരു അവബോധം മാത്രം അതുകൊണ്ടുള്ള ഒരു നിഗളം മാത്രമാണ്. ഞാൻ മറ്റുള്ളവരിൽ നിന്നും കേമനാണെന്നുള്ള, ദൈവത്തിന് പ്രീതികരമായവനാണെന്നുള്ള ബോധം കൂടുതലായപ്പോൾ അവൻ ആചരിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവൻ മറന്നു. അതാണ് ജെറമ്യ 12 അധ്യായത്തിൽ 2b പറയുന്നുണ്ട്. അവരുടെ അധരങ്ങളിൽ അവിടുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിലില്ല എന്ന് പ്രവാചകൻ പറയുന്നു. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ സ്ഥാനമില്ലല്ലോ. അതുകൊണ്ടാണ് അതെല്ലാം പരിഹരിച്ചും കൊണ്ട് കർത്താവ് ഇങ്ങനെയുള്ള ദോഷകരമായിട്ടുള്ള നിന്നത്. കാരണം അത് ദോഷകരമായിട്ടാണ് ഭാവിക്കുന്നത്. കാരണം ദൈവത്തെ മറക്കുന്നു, ദൈവം അനുശാസിക്കുന്നതൊന്നും ചെയ്യുന്നില്ല. ഈ ഉടമ്പടി ചൊല്ലിയിട്ടുള്ള ഞാൻ ദൈവത്തിൻ്റെ ആളാണ് എന്നുള്ള ഒരു ചിന്ത, അത് ഇന്നും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അതുള്ളവർക്ക്. അതുകൊണ്ട് യേശു തൻ്റെ കുരിശുമരണത്തോടു കൂടി എല്ലാം മാറ്റി മാമോദീസ വഴി നമ്മൾ ഇനി പുതിയ നിയമ ജനത പരിശുദ്ധാത്മാവിൻ്റെ ഉള്ള മാമോദീസ വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആത്മാവിൽ പരിച്ഛേദനം വഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കല്ലാതെ മറ്റ് വിഗ്രഹാർപ്പിതമായ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നുമില്ല. ആ വഴിയിലൊന്നും അല്ല പോകുന്നത്. അങ്ങനെ വിഗ്രഹാധിഷ്ഠിതമായ പൊട്ടിച്ച് ചേർക്കലൊന്നും നമ്മൾക്ക് ഇല്ല. അതൊന്നും സ്വീകരിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിൻ്റേതാണ് നാം മാമോദീസ വഴി. അത് കൊളോസിയർ 2:11 പറയുന്നുണ്ട്. അങ്ങനെ അത് പുതിയ ഒരു നിയമം കർത്താവ് തന്നെ, യേശു തന്നെ തൻ്റെ പുതിയ നിയമ ജനതയ്ക്ക് അവിടുന്ന് കാഴ്ചവെച്ചു. എല്ലാം അവിടുന്ന് ഏർപ്പെടുത്തി. അപ്പോൾ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തപ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങനെ വന്നിട്ടാണ് അവിടുന്ന്
ഇത് നമുക്ക് ഒരു സഭ തന്നെ, ആ സഭ ക്രിസ്തു അനുയായികളുടെ മിശിഹാനുയായികളുടെ സഭ തന്നെ സ്ഥാപിതമായതാണ് ക്രിസ്തീയ സഭ. അപ്പോൾ അത് ഫിലിപ്പിയർ 3:3 പറയുന്നുണ്ട്, ദൈവത്തെ ആത്മാവിൽ, പിന്നെ മുതൽ ഇങ്ങോട്ട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പരിച്ഛേദനം. അപ്പോൾ അതുകൊണ്ടേ രക്ഷയുള്ളൂ, അതുകൊണ്ടേ മനുഷ്യന് മാറ്റം വരാൻ പറ്റുകയുള്ളൂ. പിന്നെ എന്തിനാവശ്യമില്ലാത്ത ഒരെണ്ണം ശരീരത്തിൽ പേരേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ ശരീരം കൊണ്ടുള്ള ആരാധന, നമുക്ക് ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ശരീരം കൊണ്ടുള്ള ആരാധന അത് നിന്നു. ശരീരം കൊണ്ടുള്ള ആരാധനയല്ല വേണ്ടിയത്. മനസ്സിൻ്റെ വികാരം, വിചാരം, ചിന്ത ഇവ കൊണ്ടുള്ള ആരാധനയാണ്, അതായത് ആത്മാവിലുള്ള ആരാധന. അങ്ങനെ ദൈവം നിയോഗിച്ചത് അതാണ്, ദൈവം സ്വീകരിച്ചത് അതാണ് മനുഷ്യനിൽ നിന്ന്. ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് അങ്ങനെയുള്ള ആരാധനയാണ്, അതാണ് ആത്മാവിലുള്ള ആരാധന. ശരീരഭാഷയിലുള്ള ആരാധനയല്ല. അവന്ന് പുറമേ ഇതൊക്കെ കാണിക്കുന്നു. അതാണ് ഇവിടെ ജെറമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് അവരുടെ അധരത്തിലുണ്ട്, മനസ്സിലില്ല എന്ന് പറയുന്നത് ജെറമ്യ 12:2b. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പക്ഷേ ഇവിടെ അബ്രാഹാം, പുതിയ നിയമ ജനതയുടെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ ഒന്ന് നമുക്ക് ഇനി അടുത്ത വാക്യങ്ങൾ നോക്കാം. അങ്ങനെ അബ്രാഹാം കർത്താവ് പറഞ്ഞതനുസരിച്ച് എന്ത് ചെയ്ത്? എല്ലാവർക്കും പരിച്ഛേദനം സ്വീകരിച്ചു, തൻ്റെ പരിച്ഛേദനം ചെയ്തു. താനും തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും ബന്ധുമിത്രാദികളെ എല്ലാവരും തന്നെ, തൻ്റെ കൂടെ പാർക്കുന്ന വിജാതീയരും എല്ലാവരും തന്നെ, ജോലിക്കാരും അടിമകളായിട്ടുള്ളവരെല്ലാവരും തന്നെ പരിച്ഛേദനം സ്വീകരിച്ചു. അപ്പോൾ ഇനിയും 15-ാം വാക്യത്തിൽ പറയുന്നതാണ്, കർത്താവ് അബ്രാഹത്തോട് അരുളി ചെയ്തു, നിൻ്റെ ഭാര്യ സാറായി ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറായി എന്നായിരിക്കും. അതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അതിൻ്റെ വ്യംഗ്യാർത്ഥങ്ങളൊക്കെ. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും, അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും, അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉദ്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മഹത്യം ചെയ്തു. ആത്മഹത്യം ചെയ്യുക എന്ന് പറയും മനസ്സിൽ പറഞ്ഞു, സ്വയം ഇങ്ങനെ പറഞ്ഞു, മനസ്സിൽ അത് അധരം കൊണ്ടും എന്നിട്ട് പറഞ്ഞു, എന്തുവാ 90 എത്തിയ സാറ ഇനിയും പ്രസവിക്കുമോ, 100 വയസ്സ് തികഞ്ഞാൽ എനിക്കിനിയും കുഞ്ഞ് ജനിക്കുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, അതായത് മനുഷ്യനാൽ അസാധ്യം എന്ന് തീർത്തും ലോകം മുഴുവനും സകല മനുഷ്യരും വിധിയെഴുതുന്ന ബുദ്ധികൾ വിധിയെഴുതുന്ന സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ കഴിവാണെന്ന് പറയും, സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണെന്ന് പറയും, അത്യാപൂർവ സംഭവം എന്ന് പറയും, അതൊക്കെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളും എല്ലാം നമ്മൾക്കത് തന്നെ കാണാം. അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ മനുഷ്യൻ അസാധ്യമാണ്. ഇവിടെ അബ്രഹാം സമ്മതിച്ചു കഴിഞ്ഞ് 100 വയസ്സായവന് ഇനിയും കുഞ്ഞ് ജനിക്കുമോ? വന്ധ്യയായ പടുവൃദ്ധയായ സാറാ ഇനിയും പ്രസവിക്കുമോ? അത് പറഞ്ഞു ചിരിച്ചു, കമിഴ്ന്ന് വീണി ചിരിച്ചെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഒരു സാമാന്യ ബോധമുള്ളവരാരും പറയത്തില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് വലിയൊരു തമാശയാണ്, ഒരു ഹിമാലയൻ ബ്ലണ്ടർ പോലാണ് അവിടെ അബ്രഹാമിന് തോന്നിയത്. അപ്പോൾ എന്നിട്ട് അബ്രഹാം പറഞ്ഞു, അപ്പോൾ അവിടെയാണ് അപ്പോഴേ ദൈവം പ്രവർത്തിക്കുന്നത്. മനുഷ്യനാൽ അത് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചിരുന്നാൽ മതി. ഇസ്മായേൽ ദൈവം അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ തരും. കാരണം കർത്താവിൻ്റെ വാക്കിന് മാറ്റമില്ല, അതെപ്പോഴും അത് ശാശ്വതമായിരിക്കും, സ്ഥിരമായിരിക്കും. അതിൻ്റെ സമയം വരണം. കാരണം സ്വന്തമാണെന്നുള്ള അത് കർത്താവിൻ്റേതാണ്, ദാനമാണ്, കർത്താവിൻ്റെ കൃപയാണ്, അനുഗ്രഹമാണെന്ന് നമ്മൾ സമ്മതിക്കണം. ആ സമ്മതിക്കേണ്ടുന്ന അവസ്ഥയിൽ മാത്രമേ കർത്താവ് ആർക്കായാലും നമ്മൾക്കായാലും ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മളെ കൊണ്ട് അസാധ്യമാണ്, അതുകൊണ്ട് ദൈവമേ നീയാണ് എനിക്ക് തുണ
എൻ്റെ കാര്യത്തിൽ, എൻ്റെ ഈ രോഗത്തിൽ, വേദനയിൽ എനിക്ക് സന്താനമില്ലാത്തത് എന്നൊക്കെ നമ്മൾക്ക് തന്നെ സന്താനമില്ലാത്തവർ ചിന്തിക്കണം. അപ്പോഴേ ദൈവത്തോട് അപേക്ഷിക്കണം. അപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അല്ലാതെ എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഇല്ലല്ലോ എന്നുള്ളതല്ല. ദൈവമേ, എൻ്റെ കഴിവില്ലായ്മ അങ്ങയുടെ മുൻപിൽ ഞാൻ വയ്ക്കുന്നു, എൻ്റെ ബലഹീനത ഞാൻ വയ്ക്കുന്നു, അവിടുന്ന് പ്രവർത്തിക്കണമേ എന്നാണ്. അപ്പം ദൈവം അരുളി ചെയ്ത്, നിൻ്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ ഇസഹാക്കെന്ന് വിളിക്കണം. നീ അവനെ ഇസഹാക്കെന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായി ഞാൻ നിത്യമായ ഉടമ്പടി സ്ഥാപിക്കും. അപ്പോൾ ഇവിടെ ഇസഹാക്കാണ്, അവിടെ ഇസ്മായേലുണ്ട് എന്ന് കർത്താവ് അതിനോട് അബ്രാഹാം പറഞ്ഞു. അവൻ ജീവിച്ചിരുന്നാൽ പോരെ, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചാൽ പോരെ എന്നാണ് അപ്പോൾ പറഞ്ഞു. ഇനി അതേ സാധ്യമാകത്തുള്ളെന്നാണ് അബ്രഹാം പറഞ്ഞതും. അത് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്, മറ്റേ ആത്മഹത്യം ചെയ്തു എന്നെ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, അല്ല, നിനക്ക് സാറ തന്നെ നിനക്കൊരു കുഞ്ഞിനെ പ്രസവിച്ചു തരും, അത് നടക്കുമെന്ന്. പക്ഷേ ആ ഇസഹാക്കുമായിട്ടാണ് പിന്നെ ദൈവത്തിൻ്റെ ഉടമ്പടി, ആ വംശപരമ്പര വരുന്നത്. ദൈവത്തിൻ്റെ ഉടമ്പടി സന്താനങ്ങൾ അത് വരുന്ന ദൈവമായിട്ടുള്ള ഉടമ്പടി സന്താനങ്ങൾ. മറ്റേ ഇസ്മായേൽ ആരാ? അത് ദാസിയുടെ പരിചാരികയുടെ പുത്രനാണ്. കർത്താവ് അവനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. അത് നമ്മൾ 16 കണ്ടു. കർത്താവ് ഹാഗാറിനോട് തന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എൻ്റെ കാര്യം പറഞ്ഞ്, ഇസ്മായിലിന് വേണ്ടിയുള്ള നിൻ്റെ പ്രാർത്ഥന ഞാൻ ചെവിക്കൊണ്ടു, ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ അവനെ സന്താനപുഷ്ടി ഉള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും, അവൻ 12 രാജാക്കന്മാരുടെ പിതാവായിരിക്കും. 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവൻ്റെ സന്താനപുഷ്ടി ഉള്ളവനാക്കി അവനെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. ഇന്നും ഇസ്മായിലിൻ്റെ പിന്തുടർച്ചക്കാരെന്ന് പറയുന്ന മരുഭൂമി ജനതയാണ് ഇസ്മായിൽ എന്ന് പറയുമ്പോൾ അത് ഇസ്ലാം മതവിശ്വാസികളാണ്. അവരെ കർത്താവ് അപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്ന അവൻ സന്താനപുഷ്ടി ഉള്ളവരായി അവൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. അപ്പോൾ ഇന്ന് എല്ലാവരും പരിതപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അവരാണ് ഇനി വർദ്ധിച്ച് വരികയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ദൈവത്തിൻ്റെ വാക്കാണ്, ഉടമ്പടിയാണ്. ദൈവത്തിൻ്റെ വാക്കിന് മാറ്റമില്ല. അവർ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അതിന് ഉടമ്പടിയില്ല. എന്താ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ അങ്ങനെ വരാത്തത്? യഹൂദരുടെ കാര്യത്തിൽ അങ്ങനെ വരാത്തത് എന്താ? രണ്ടും തെറ്റിപ്പോയി. ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ നിന്ന് കർത്താവ് പ്രത്യേകമായിട്ട് ഇസ്മായിലിൽ നിന്നും പ്രത്യേകമായിട്ട് ഇവരെ വേർതിരിച്ച് ദൈവത്തിൻ്റെ സ്വന്തം ജനതയാക്കി തീർത്ത യഹൂദരെയും ക്രിസ്ത്യാനികളെയൊക്കെ പിന്നോട്ട്. പക്ഷേ അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയെപ്പറ്റി അവർ നിരാകരിച്ചു കഴിഞ്ഞു. അവരുടെ അധരത്തിലുണ്ട്, ഹൃദയത്തിലില്ല എന്നുള്ളതായിപ്പോയി. കാരണം അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് 1 അല്ലെങ്കിൽ 2 ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്നുള്ള ചിന്തയായി പോയത്. അത് ദൈവത്തിൻ്റെ ഉടമ്പടിയോടെ ചേർന്നില്ല. ദൈവം പറഞ്ഞ, നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമി മുഴുവനും നിറയണമെന്നാണ്. അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായില്ല. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ചിന്തിക്കണം. ഒരു പുനർവിചിന്തനം വേണം എല്ലാ ക്രിസ്ത്യാനികൾക്കും. യഹൂദരും ദൈവത്തിൻ്റെ പദ്ധതികളെ തള്ളിക്കളഞ്ഞു. അവർ സ്വന്തമായിട്ടുള്ള പദ്ധതികളിലേക്ക് പോയി. അതുകൊണ്ടാണ് അവർ എല്ലായിടത്തും ചിതറിക്കപ്പെട്ടത്. യേശുവിനെയും മിശിഹായെയും അവർ കാറ്റുനോറ്റ് യുഗങ്ങളായിട്ട് കാത്തിരുന്ന മിശിഹായെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കുവാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ച് കഴിഞ്ഞു. ദൈവം അവനെ വിട്ടുപോയി. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. അത് ഹാഗാറുമായിട്ടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ 13 വർഷക്കാലത്തേക്ക് ദൈവം സംസാരിച്ചില്ല. അപ്പോൾ സംസാരിക്കേണ്ട സമയം വന്നപ്പോൾ സംസാരിച്ചു. ഇനിയും ഒരു അടുത്ത വർഷം ഈ സമയം എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ അബ്രഹാം പ്രവർത്തിച്ചു. എല്ലാവരെയും പരിശോധനം ചെയ്തു. തനിക്കുണ്ടായിരുന്നവരെല്ലാ അടിമകളെയും ജോലിക്കാരെയും എല്ലാവരെയും തന്നെ. അപ്പോൾ ഇങ്ങനെ ഇനി അടുത്ത
18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അബ്രാഹത്തിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് കൂടുതൽ ഓരോ കാര്യത്തിൽ ഞാൻ എടുത്ത് ഓരോ വാക്യങ്ങളായിട്ട് വെച്ച് വിശദീകരിച്ച് തരുന്നതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ മാധ്യമങ്ങളിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ വരുമ്പോൾ, ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാ മതസ്ഥരും കാണുന്നതാണ്, എല്ലാ ജനങ്ങളും കാണുന്നതാണ്, അല്ല ക്രൈസ്തവർ മാത്രമല്ല. അപ്പോൾ അവർക്കെല്ലാവർക്കും ദഹിക്കുന്ന വിധത്തിൽ ലളിതമായിട്ട് വിശദീകരിക്കേണ്ടുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ പല തെറ്റുകളും ഇന്ന് പലരും എടുത്തിടുന്നുണ്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കാണാം. എന്തൊരു വിഡ്ഢിത്തങ്ങളും പമ്പര ഹിമാലയൻ ബ്ലണ്ടറുകളൊക്കെ തട്ടിവിടുന്നതും ബൈബിളുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, ഒരു ജോസ് കണ്ടത്തിൽ എന്ന് പറഞ്ഞ നിരീശ്വരവാദി തട്ടിവിടുന്നത്. ക്രിസ്തു വിരോധി, അയാൾക്ക് എന്തോ പറ്റി കാണും. മറ്റ് കസാന്ത് സാക്കീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇയാൾക്കും എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റി കാണും. അയാളുടെ ഈ വീഡിയോകളൊന്നും നമ്മൾ എല്ലാവരും, ദൈവവിശ്വാസികളും അല്ലാത്തവരെല്ലാം കളയണം, കാണരുത്. അയാളുടെ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യണം, വേണ്ടാന്ന് വയ്ക്കണം, അത് ഉപേക്ഷിക്കുക. കാരണം അയാൾ പറയുന്നത് ഭ്രാന്താണ്, ഭ്രാന്താണ് പറയുന്നത്. ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, ചരിത്രപരമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ കത്തോലിക്ക സഭയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട്. ആ തെറ്റുകളെ അത് പർവ്വതീകരിച്ച് പറയേണ്ടുന്ന കാര്യമില്ല. ഒരു ഉറുമ്പിനെ ഹിമാലയ പർവ്വതത്തോളം വലിപ്പമുള്ള ഒരു കാര്യമായിട്ട് പറയേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ അതൊക്കെയാണ് അയാളെയൊക്കെ ചെയ്യുന്ന, അയാളെ പോലുള്ള ചിലരും ഉണ്ട്. അപ്പോൾ അത് ഇയാളെന്ന് പറയുന്ന വെറും മ്ലേച്ഛമായ രീതിയിൽ, ഹീനമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ആ മനുഷ്യനെ മതസ്പർദ്ധയെ ഇളക്കി വിടുന്നതിന്, അദ്ദേഹത്തെ ഇളക്കി വിടുന്നതിന് വേണമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണമെങ്കിൽ കേസ് കൊടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യിക്കുക, തടവിലിരിക്കുക. പക്ഷേ അങ്ങനെ ക്രിസ്ത്യാനികൾ ചെയ്യത്തില്ല. കാരണം ആ മനുഷ്യൻ സാത്താൻ്റെ പിടിയിൽപ്പെട്ട് നശിക്കാനിരിക്കുകയാണെന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിക്ക് എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള മനുഷ്യർ, അയാളും ഉൾപ്പെടെ ഇതുപോലുള്ളവരെയൊക്കെ രക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ വരുന്നതിന് വേണ്ടി, ദൈവവിശ്വാസത്തിൽ വരുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികളായ നാം അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അല്ലാതെ പകരം വീട്ടുന്നത് നമ്മുടെ കാര്യമല്ല, ദൈവത്തിൻ്റെ കാര്യമാണ്. ദൈവത്തിൻ്റെ കരുണ അയാളുടെ മേലും ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലുള്ളവർ പലരും ഉണ്ട്. അപ്പോൾ ഇവിടെ 18-ാം അധ്യായത്തിൽ, അതുകൊണ്ട് ഞാനെല്ലാം വിശദീകരിച്ച് പറയുന്നത് അവർക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും മനസ്സിലാക്കണം. കാരണം അവരുടെ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ വാക്കുകളെല്ലാം കേട്ടിട്ട് അതാണോ ശരി, ഇതാണോ ശരി എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു അതിന് പറയുന്ന ഒരു സന്ദേഹം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ സാധാരണ ആണല്ലോ, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയാണ്, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വിവിധ മതസ്ഥരെല്ലാവരും തന്നെ വിശുദ്ധ ഗ്രന്ഥം, സത്യദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴേ അവർക്കും എതിർക്കണമെങ്കിലോ പറയണമെങ്കിലോ ആർഗ്യൂ ചെയ്യണമെങ്കിലോ ഒക്കെ ഇത് പറയാം. അത് അറിഞ്ഞിരിക്കണമല്ലോ. അറിയാതെ നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി ഒന്നും അറിയാതെ ഒരു കാര്യവും സംസാരിക്കാൻ പാടില്ല. അത് ലോജിക്ക് അല്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും നിങ്ങൾ മറ്റുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ യൂട്യൂബിൽ നിങ്ങൾ ഇത് കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. കാരണം ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടെങ്കിലേ പറ്റിയുള്ളൂ തുടർന്ന് കിട്ടണം. എനിക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ലിങ്ക് അയക്കാനൊന്നും പറ്റത്തില്ല, ധാരാളം പേരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ യൂട്യൂബിൽ കണ്ട് എല്ലാവർക്കും അറിയാവുന്ന വിവിധ മതസ്ഥർക്കെല്ലാം അവർ 1, 2, 10 പ്രാവശ്യം അവർ നിരാകരിച്ചോട്ടെ, അവർ നോക്കാതിരുന്നോട്ടെ, എന്നാലും വീണ്ടും വീണ്ടും ഓരോന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടെ കൊടുക്കണം, എത്തിക്കണം. അവരിലും കൂടെ എപ്പോഴെങ്കിലും അവരും കൂടെ അറിയട്ടെ, അത് അറിയാൻ തുടങ്ങട്ടെ. അപ്പം 18-ാം അധ്യായത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. കർത്താവ് അബ്രാഹാമിന് വീണ്ടും പ്രത്യക്ഷനായി മാമ്പ്രയുടെ ഓക്കുമരത്തോപ്പിന് അവിടെയാണ് അബ്രാഹാം കൂടാരം അടിച്ചിരിക്കുന്നത്, താമസിക്കുന്നത്.
വെയിൽ മൂത്ത സമയത്ത് അബ്രാഹാം തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽകളിൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റെ താണു വണങ്ങി. 3 പേര് ഇത് സഭാപണ്ഡിതർ പറയുന്നുണ്ട്, ദൈവശാസ്ത്ര പണ്ഡിതർ പറയുന്നുണ്ട്, അത് 3 വിശുദ്ധ തൃത്വമായിരുന്നു എന്നുള്ള തൃത്വത്തിൽപ്പെട്ട, അതായത് ദൈവം തന്നെ ആയിരുന്നു വിശുദ്ധ തൃത്വം. അതിൽ 3 തൃത്വം എന്ന് പറയുമ്പോൾ 3 വ്യത്യസ്തമായിട്ട് ഒരു ഇൻഡിവിജ്വാലിറ്റി അതിന് ഉണ്ടായിരുന്നു ഉള്ളതാണ് ആ 3 പേരെന്ന് പറയുന്നത്. അത് ദൂതന്മാരെന്ന് പറയുന്നുണ്ട്. കൂടുതലും ഇതാണ് ശരി, വിശുദ്ധതൃത്വം തന്നെയായിരുന്നു. ഓടിച്ചെന്ന് കടത്തൃത്വം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി നമ്മൾ ആദ്യമേ അധ്യായത്തിൽ കാണുന്നതാണ് വിശുദ്ധതൃത്വത്തിൻ്റെ കാര്യം. അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റി അവരെ താണു വണങ്ങി. ആരെന്നൊന്നും അറിഞ്ഞുകൂടാ, അറിയാം. കാരണം അബ്രഹാം എനിക്ക് അതാണ് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു കഥാപാത്രം, നല്ലപോലെ തന്നെ നല്ലൊരു മനുഷ്യൻ, ഒരു ചരിത്ര മനുഷ്യൻ. അദ്ദേഹത്തിന് ഒരു മുൻവിധിയോടെ കാര്യങ്ങളെ കാണുന്നില്ല, എല്ലാം അങ്ങ് ദൈവം പറയുന്നതൊക്കെ തന്നെ അപ്പോഴങ്ങ് വിശ്വസിക്കുകയാണ്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആതിഥ്യ മര്യാദ നോക്കണേ, നമ്മളെ കൂട്ടൊന്നുമല്ല. അവളെ ചെന്ന് ആരെന്നറിയാതെ തന്നെ അവരെതിരെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ നിലം പറ്റെ താണു വണങ്ങി. അവിടുത്തെ അന്നത്തെ കൾച്ചറാണ്, ഒരു രീതിയാണ് അത്, ബിഹേവിയർ. അത് ഇങ്ങനെ നിലം പറ്റെ താണു വണങ്ങി അവരെ സ്വീകരിക്കുക, അതിഥികളായിട്ട് സ്വീകരിച്ച് അവൻ പറഞ്ഞ് നിലം പറ്റിയതിനതാണ് വണങ്ങുന്ന സാഷ്ടാംഗം പോലെ. എന്നെക്കാളും നിങ്ങൾ വലിയവരാണ്, എനിക്ക് മേലെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഞാൻ സന്നദ്ധനാണ് എന്നുള്ളതാണ്. എന്ത് സർവീസ് ചെയ്യാനും എന്ത് സേവ ചെയ്യാനും ഞാൻ സന്നദ്ധനാണ് എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവൻ പറഞ്ഞ യജമാനെ അങ്ങനിൽ, എന്നിട്ട് അബ്രഹാം പറഞ്ഞ സംപ്രീതനാണെങ്കിൽ യജമാനനെ, 3 പേരുണ്ട്, യജമാനനെ, അതാണ് വിശുദ്ധ തൃത്വം എന്ന് സഭ പറയുന്നത്. 3 പേര് ചേർന്നാണല്ലോ, 3 വ്യക്തിത്വമാണ്, 3 സ്വഭാവ സവിശേഷതകളോട് കൂടിയ, ഉത്തരവാദിത്തങ്ങളോട് കൂടിയ 3 ഇൻഡിവിജ്വൽസാണ് എന്തായത് വിശുദ്ധ തൃത്വം എന്ന് പറയുന്നത്, ട്രിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ പറയുന്നത് യജമാനനെ കണ്ടോ. അപ്പോൾ ആ തൃത്വത്തിൻ്റെയാണ്, അല്ല 3 പേര് യജമാനന്മാരെ എന്ന് അല്ല പറയുന്നത്. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഞാനതിന് ഓരോന്നും പറയുന്നത് ഇതുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യജമാനനെ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ, ഒരാളെയാണ് ഇവിടെ പറയുന്നത്, അപ്പം വിശുദ്ധ തൃത്വമാണ്. സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്ന് പോകരുത്, അങ്ങ് പോകരുത്. കാരണം എൻ്റെ അതിഥികളായിട്ട് താമസിക്കുക. അവൻ പറഞ്ഞ് അങ്ങ് കാല് കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ, മരത്തണലിരുന്ന് വിശ്രമിക്കുക. ഈ ഓക്ക് മരത്തിൻ്റെ തണലിലിരുന്ന് വിശ്രമിക്കുക. ഞാൻ കൂടാരത്തിൽ ചെന്ന് കാല് കഴുകാൻ്റെ വെള്ളം കൊണ്ടുവരട്ടെ. അപ്പോൾ മറ്റുള്ള നമ്മുടെ നാട്ടിൽ അതില്ലായിരിക്കും, ഇല്ല. അപ്പോൾ മറ്റുള്ള നാടുകളെല്ലാം കേരളം വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. കാരണം പൊടിയും അഴുക്കുമൊക്കെ കൂടുതലുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല, എപ്പോഴും ഈർപ്പമുണ്ടെന്നതിനെ കൊണ്ട് അതുകൊണ്ട് കാല് കഴിയാതെ മറ്റുള്ള എവിടെ ചെന്നാലും നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ അകത്ത് ഒരു വീട്ടിൻ്റെ തിണ്ണയിലോട്ട് കാല് വയ്ക്കാൻ പറ്റുകയില്ല. വിശ്രമിക്കുക, മരത്തണലിൽ വിശ്രമിക്കുക. നിങ്ങൾ ഈ ദാസൻ്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറേ അപ്പം കൊണ്ടുവരാം, വിശപ്പടക്കിയിട്ട് യാത്ര തുടരാം. ഈ നമ്മുടെ ആതിഥ്യ മര്യാദയെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. നമുക്കങ്ങനെ കാണും, വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കാണും ആതിഥ്യ മര്യാദ. ഒരിക്കലും നമ്മൾ ഈ രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ഒരിടത്തും ഉണ്ടാകുന്നില്ല ആതിഥ്യ മര്യാദയായിട്ട്. അപ്പോൾ ഹെബ്രായരുടെ ലേഖനം, ഹെബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 2-3 കാര്യങ്ങൾ ഇതുകൊണ്ട്. ആതിഥ്യ മര്യാദ മറക്കരുത്. തടവുകാരോട് പെരുമാറുമ്പോൾ നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നാൽ എന്ന പോലെ പെരുമാറുവിൻ.
തടവിലായിരുന്നപ്പം ആതിഥ്യ മര്യാദ ഒരിക്കലും മറക്കരുതെന്ന് അവിടുന്ന് എടുത്തു പറയുന്നുണ്ട് വിശുദ്ധ പൗലോസ്. ഒരു ക്രിസ്ത്യാനികളുടെ ദൈവവിശ്വാസികളുടെ ഒരു മുഖമുദ്രയായിരിക്കണം. മറ്റുള്ളവർ നമ്മുടെ അതിഥികളാണ്, അവരെ സ്വീകരിക്കുന്നത് നമ്മളെക്കാൾ ഉയർന്നവരാണെന്നുള്ള രീതിയിൽ. അതായത് നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൾ കലാം പറയുമായിരുന്നല്ലോ, തെലുങ്കിലെ ഒരു വാചകം, ആര് എവിടെ ചെന്ന സദസ്സിൽ ചെന്നാലും അദ്ദേഹം പ്രസംഗിക്കാനോ ക്ലാസ് എടുക്കാനോ സെമിനാറുകൾക്ക് ചെന്നാലോ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? സദസ്സിനെ താണു വണങ്ങിക്കൊണ്ട് എന്തൊരു മഹാനുഭാവലു എന്നുള്ള ആ തെലുങ്ക് വാചകമാണ് പറയുന്നത്. എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളൊക്കെ എത്രയോ എന്നെക്കാളുമൊക്കെ എത്രയോ വലിയ മഹാന്മാരാണ്. ആ മഹാന്മാരായ നിങ്ങളെ ഞാൻ നമിക്കുന്നു, വണങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ അബ്രഹാം ഇവിടെ ചെയ്തത്. അതാണ് നമ്മൾ ഒരു ദൈവവിശ്വാസികൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ മുഖമുദ്ര ഇതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവവിശ്വാസികളാണെന്നുള്ളത് മറ്റുള്ളവരറിയാനുള്ള ഒരു കാര്യവും കൂടിയാണ്. നമ്മുടെ പ്രവൃത്തിയിൽ നിന്നാണ് അറിയേണ്ടത്. നമ്മുടെ വേഷത്തിൽ നിന്നും ഒന്നും അല്ല അറിയേണ്ടത്. നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന്, നമ്മുടെ ഭാവത്തിൽ നിന്ന് അറിയണം അവർ ദൈവവിശ്വാസികളാണ് എന്നുള്ളത്, നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്നുള്ളത്. അപ്പോൾ 13, 22, 3 വാക്യങ്ങളിത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് അവരോട് പറയുകയാണ്, ഇത്രയും പ്രയാസമുള്ള കാര്യങ്ങൾ, ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾക്ക് നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെയല്ല വേണ്ടി നമ്മളിന്ന് കാണുന്നവരെയൊക്കെ നമ്മളങ്ങനെ സ്വീകരിച്ച് അവർ യോഗ്യരായിട്ട് സ്വീകരിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ വിലയും നിലയും തുണികളുടെ അവരുടെ ഡ്രസ്സിൻ്റെ വിലയും എല്ലാം നമ്മൾ കണക്കാക്കി എങ്ങനെയുള്ളവരാണെന്ന് നോക്കിയിട്ട് സംസാരിക്കത്തുള്ളൂ. വിശുദ്ധ യാക്കോബ് പറയുന്നുണ്ട്, അങ്ങനെയുള്ളവർ ചെയ്യുന്ന മഹാഹീനമായ പ്രവൃത്തിയാണ്, ദൈവത്തിന് നിരക്കാത്തതാണ്, അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. ഓരോ വാക്യമായിട്ടൊക്കെ അതൊക്കെ ഞാൻ എടുത്ത് പറയാൻ പോയാൽ സമയങ്ങൾ ഒരുപാടാകും. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പറയാത്തത്. അപ്പോൾ കാല് കഴുകാൻ വെള്ളം കൊണ്ടുവന്നു ചെയ്യുക. അബ്രഹാം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറായോട് പറഞ്ഞ്, വേഗം 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക. ഓടിച്ചെന്ന് കാലിക്കൂട്ടത്തിൽ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി. അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത മൂരി ഇറച്ചിയും അവരുടെ മുൻപിൽ വിളമ്പി. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ട് നിന്നു. അതാണ് ആതിഥ്യ മര്യാദ. ആതിഥേയർ അതിഥികൾക്ക് കൂടെ അവർക്ക് വിളമ്പിക്കൊടുത്തു. അവർക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞും അന്വേഷിച്ചും നിൽക്കും. ഇവിടെ അപ്പവും മൂരിയിറച്ചിയും പാലും വെണ്ണയും ആണ് വിളമ്പി. അവിടുത്തെ അന്നത്തെ സ്ഥിതി അതാണ്, അവിടുത്തെ സാധാരണ അന്നത്തെ രീതി. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അവരെ അതിഥികളെ സ്വീകരിച്ചു, സൽക്കരിച്ചു. അതാണ് ദൈവം മനുഷ്യരുടെ സ്വഭാവം. നമ്മളും ആ രീതിയിൽ വരാനായിട്ട് നമ്മളും പഠിക്കണം. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ വിലയും നിലയും അതിൻ്റെ വേഷത്തിലും ഭാവത്തിലുമുള്ള വിലയും നിലയൊക്കെ നോക്കിയേ ചെയ്യത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഉപസംഹരിക്കാൻ, കാരണം ഇന്ന് ഇത് എടുത്ത് തീർക്കാൻ പറ്റത്തില്ല. 18-ാം അധ്യായം അടുത്ത എപ്പിസോഡിൽ നമുക്ക് തീർക്കാം. നമ്മൾ കൂടുതലും ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥന, ദൈവത്തിന് കൃപയുണ്ടാകാൻ, ദൈവത്തിൻ്റെ സന്താനങ്ങളില്ലാത്തവരൊക്കെ ധാരാളം പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും, ഇതെല്ലാം കേൾക്കുന്നവരിലുണ്ടായിരിക്കും. അവരൊക്കെ ഇവിടെ അബ്രഹാത്തോടെ ദൈവം പറഞ്ഞതുപോലെ തന്നെ, നിനക്ക് അടുത്ത വർഷം ഈ സമയത്ത് ഒരു മകൻ അല്ലെങ്കിൽ മകൾ ജനിക്കും, നിനക്ക് സന്താനമുണ്ടായിരിക്കും എന്ന് കർത്താവ് തീർത്ത് പറയുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുക, നമ്മളത് വിശ്വസിക്കുക. അങ്ങനെ ഉള്ളവർ അത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് ആവശ്യപ്പെടുക. കർത്താവെ, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ എൻ്റെ കുടുംബവും ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസത്തിന് യാതൊരു വകയില്ല, അവിടുന്നല്ലാതെ മറ്റു ആരുമില്ല. അതുകൊണ്ട് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ ഈ കുറവ് അവിടുന്ന് നീക്കിത്തരണമേ എന്ന് അബ്രഹാത്തിനുണ്ടായതുപോലെ ആ മഹാഭാഗ്യം ഞങ്ങളിലേക്കും ഒഴുക്കണമേ. ഞങ്ങൾക്കും അതിൽ അടുത്ത വർഷം ഈ സമയത്ത് ഞങ്ങൾക്കും ലഭ്യമാക്കി തരണമേ എന്ന് നിങ്ങളിത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, ഈ ഭാഗവും വായിച്ച് നിങ്ങൾ ഹൃദയമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിനോട് ചേർന്ന് നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമീൻ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും അതുപോലെ തന്നെ ഇത്
കാര്യങ്ങളെയൊക്കെ ഗ്രഹിക്കുന്നതിനുള്ള കഴിവും ദൈവം പ്രദാനം ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.